റോബിൻ ജയിക്കുകയാണെങ്കിൽ നമ്മുടെ പി എമ്മിനെ കൊണ്ടുവരുന്ന പറഞ്ഞിട്ടുണ്ട്. അതായത് പി എമ്മിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ മത്സരിക്കുന്നത്? അതിനല്ലല്ലോ ഒരാൾ മത്സരിക്കുന്നത്. പ്രൈം മിനിസ്റ്ററിന് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, അതല്ലല്ലോ. നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാൾ മത്സരാർത്ഥിയെ നിർത്തുന്നത്. ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്യേണ്ടത്. അതൊരു പി എം വന്നു എന്ന് കരുതി ഒരു വലിയ സംഭവമാണ്. വലിയ സംഭവമാണ്, അല്ലാന്നല്ല, പക്ഷേ ആയിരിക്കും. അത് തന്നെയാണ് പറഞ്ഞത്. പ്രധാനമന്ത്രിനെ കൊണ്ടുവരാനല്ലല്ലോ ഈ ആൾക്കാർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് തന്നെ. പ്രധാനമന്ത്രി കൊണ്ടുവന്നിട്ട് ഇപ്പം എന്നാ അടിക്കാൻ? അത് എല്ലാ രീതിയിലും വരും. ഇടയ്ക്ക് കേരളത്തിൽ വരും. അത് റോബിൻ ജയിച്ചിട്ട് വേണ്ട. പിന്നെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ പുള്ളി ഇവിടെ വരും, അദ്ദേഹം ഇവിടെ വരും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കേരളം സന്ദർശിക്കുകയാണെങ്കിൽ അയാൾ സന്ദർശിക്കും. അതായത് പുള്ളി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വരാനിരിക്കാനൊന്നും ഇല്ല. അയാൾ ജയിക്കില്ല, അത് വേറെ കാര്യം. ഒരു മുന്നേ ശ്രീശാന്തിനെ ഇറക്കിയതാണല്ലോ, വിവേക് ഗോപൻ. പുള്ളിയും വേറെ സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട്. വിവേക് ഗോപൻ എന്ന് പറയുമ്പോൾ സൂരജ്, നമ്മുടെ പരസ്പരത്തിലെ എൻ്റെ ഗുളിക കഴിച്ച് കൂട്ടിപ്പോയ ആ പുള്ളി. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെ പിടിച്ച് നിർത്തിയെന്നുള്ളൂ. പക്ഷേ വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. പുള്ളി പ്രധാനമന്ത്രി വരണം എന്ന് തോന്നി കഴിഞ്ഞാൽ അദ്ദേഹം വരും. അത് റോബിൻ വിളിച്ചിട്ട് വേണ്ട. എന്തെങ്കിലും സ്ഥാനാർത്ഥി പി എമ്മിനെ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ സന്ദർശിക്കേണ്ട സമയത്ത് അദ്ദേഹം വരും. അത് ഇയാൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വരണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. അയാൾ ജയിക്കില്ല.